Hi friends, welcome to Smart. എൻ്റെ പേര് വിസ്മയ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ കുറേ പേരെൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട് എങ്ങനെയാണ് ക്യാൻവാസ് പെയിൻറ്റിങ് പഠിച്ചത്, എങ്ങനെയാണ് കാലിഗ്രഫി എഴുതാൻ പഠിച്ചതെന്നൊക്കെ. അപ്പം ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു കാലിഗ്രഫി ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത് ഒക്കെ ആയിട്ട്. അപ്പം ഞാൻ വിചാരിച്ചാൽ അതിനെ കുറച്ചൊക്കെ ഒന്ന് പറഞ്ഞുതരാം. ഞാനൊരു ആപ്പിലൂടെയാണ് കേട്ടോ ഇതൊക്കെ പഠിച്ച വഴിയെ ഞാൻ പറഞ്ഞുതരാം എല്ലാ കാര്യങ്ങളും. പിന്നെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് കുറച്ച് സൗണ്ട് ഉണ്ടാകും. അത് ഉണ്ണിയാൾ ഇപ്പോൾ ഹിന്ദി ക്ലാസ്സാണ് അവർക്ക്, അപ്പോൾ അതിൻ്റെ സൗണ്ടാണ് കേട്ടോ കേൾക്കുന്നത്, ക്ലാസ്സിൻ്റെ സൗണ്ടാണ് ഉണ്ണിയാളുടെ. അപ്പോൾ ഫസ്റ്റ് ഞാൻ കാലിഗ്രഫി ക്ലാസ്സിൽ നിന്ന് തന്നെ തുടങ്ങാം. ഈ ഒരു ബുക്കിലാണ് ഞാൻ കാലിഗ്രഫി പഠിച്ചത്. ടോട്ടലി 14 കോഴ്സസാണ് ഉണ്ടായിരുന്നത് കേട്ടോ. ഏറ്റവും ഫസ്റ്റ് എനിക്ക് ഈ ബുക്ക് ഉണ്ടായിരുന്നില്ല, A4 ഷീറ്റിലായിരുന്നു ചെയ്തത്. അത് ബേസിക് സ്ട്രോക്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ ഓരോ ലെറ്റേഴ്സ് എഴുതാനായിട്ട് പഠിപ്പിച്ചു തന്നത് ടീച്ചർ കാണുന്നില്ലേ. അപ്പോൾ ഓരോ ലെറ്റേഴ്സും നിങ്ങൾക്ക് എഴുതുന്നത് കാണാൻ പറ്റും. ആദ്യത്തെ ആയതുകൊണ്ട് അത്ര നല്ലതായിരുന്നില്ല ഏറ്റവും ആദ്യം എഴുതിയത്, കണ്ടോ പലതൊക്കെ കോളായിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ നോർമൽ സ്കെച്ച് പെന്ന് വെച്ചിട്ടായിരുന്നു, ഫാബ്രിക് കാസ്റ്റലിൻ്റെ സ്കെച്ച് പെന്ന് വെച്ചിട്ടായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതെൻ്റെ ഫേവറേറ്റ് ആട്ടോ, ഇത് ക്വിക്ക് എന്ന് എഴുതിയിട്ടുള്ളത് കണ്ടോ. ഞാൻ ആദ്യമായിട്ട് കാലിഗ്രഫിയിലും ഭംഗിയായിട്ട് ആദ്യമായിട്ട് എഴുതുന്ന ഒരു വേർഡായിരുന്നു അത്. പിന്നെ അതിന് താഴെ ബ്രൗൺ എന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ ഇതിലൊക്കെ ആ റെഡ് കൊണ്ട് ഞാൻ വരച്ചത് ജസ്റ്റ് വരച്ച് നോക്കിയതാട്ടോ കാലിഗ്രഫിയിൽ എഴുതാൻ പറ്റുമെന്ന്, പക്ഷെ ശരിയായിട്ടില്ല, മുമ്പത്തെയാണ്. പിന്നെ ഇത് ക്യാപിറ്റൽ ലെറ്റേഴ്സ് മിസ്സ് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നതാണ്. ആരാ മിസ് എന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഇതും ബാക്കി കണ്ടിന്യൂസ് തന്നെയാണ് കേട്ടോ. ഇത് ശരിക്കും ബ്രഷ് പെൻ വെച്ചിട്ടാണ് കാലിഗ്രഫി ചെയ്യുക, ശരിക്കും അങ്ങനെയാണ് ചെയ്യുക. പക്ഷേ ഇത് സ്റ്റാർട്ടിങ്ങിലൊക്കെ ഞങ്ങൾക്ക് നോർമൽ സ്കെച്ച് പെന്ന് വെച്ചിട്ടാണ്, സ്കെച്ച് പെന്നും ഒക്കെ കാണിച്ചു തരാം കേട്ടോ. നോർമൽ സ്കെച്ച് പെന്ന് വെച്ചിട്ട് പിന്നെ തിക്കാക്കുക കുറച്ച് സ്ഥലത്ത് അങ്ങനെയൊക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങൾ ആ ക്ലാസ് അറ്റൻഡ് ചെയ്താൽ ക്ലിയർ ആവും. റെയിൻബോ നേടിയിട്ട് എൻ്റെ അടുത്ത് എന്താ ഓക്കെ. അപ്പോൾ ഈ കോഴ്സിലെന്ന് പറയുമ്പോൾ 14 കോഴ്സസ് ഉണ്ടായിരുന്നു അതിൽ. അപ്പോൾ അതിലത്തെ കുറച്ച് ഫസ്റ്റ് ക്ലാസ്സസ് കാലിഗ്രഫിയാണ്. 14 കോഴ്സസ് അല്ല, 14 ക്ലാസ്സസ് ആണ് ഉണ്ടാവുക. ഓരോന്നിനും ഡിഫറെൻ്റ് ആവും കേട്ടോ. അപ്പോൾ ഇതടുത്തത് ഇത് മിനിയൻസ് ലെറ്റേഴ്സിൻ്റെ തന്നെ കാർട്ടൂണിൻ്റെ തന്നെ കുറച്ച് എടുത്തു. അതിൻ്റെ താഴെ തന്നെ കുറച്ച് നമ്പേഴ്സും എടുത്തിട്ടുണ്ടായിരുന്നു. ആ കളറൊക്കെ മിനിയൻസിൻ്റെ യെല്ലോ ബ്ലൂ. എൻ്റെ ഇവിടെ ഞാൻ വരച്ചില്ല, കാരണം ഇവിടുന്ന് ഭയങ്കരമായിട്ട് പാട് വന്നപ്പോൾ ഞാൻ അവിടെ വരച്ചില്ല. ഞാൻ ഈ വരച്ചതിൻ്റെ ബാക്ക് പേജിൽ വരച്ചില്ല കേട്ടോ, ഞാൻ വരയ്ക്കാറില്ല. ഇത് ഈ കാലിഗ്രഫിയാണ്, സ്കെച്ച് കൊണ്ട് വരച്ചുകൊണ്ടാണ് കേട്ടോ. ഇതിങ്ങനെ ചെയ്യുമ്പോൾ അതിൻ്റെ ബാക്കിൽ ആ പാടുണ്ടാവുമല്ലോ, അതുകൊണ്ട് അതിൻ്റെ മേലെ കൂടെ വരയ്ക്കുന്നത് ഇത്തിരി ബുദ്ധിമുട്ടാണ്, അതുകൊണ്ടാണ്. ഇത് ഇങ്ങനെ സ്മൈലി ഇമോജീസൊക്കെ വരച്ചിട്ട് ഇതിൽ പലതും കോളായിട്ടുണ്ട്. കാരണം വരച്ചിട്ട് ഇങ്ങനെ ബ്ലാക്ക് കൊണ്ട് വരച്ചിട്ട് അതിൻ്റെ മേലെ കളർ ചെയ്തുകൊണ്ട് തന്നെ കളറിൻ്റെ ഒരു സ്പ്രെഡ് ആയിട്ടുണ്ട്. കണ്ടോ, ഇതിലും ഭയങ്കരമായിട്ട് ഇതായിട്ടുണ്ട്. എന്താ കേട്ടോ, കളർഫുള്ളായിട്ടാണ് ചെയ്തിട്ടുള്ളത്. എനിക്കിഷ്ടമുള്ള കളറിലൊക്കെ ചെയ്യാം കേട്ടോ. ആൻഡ് കഴിഞ്ഞു, ഇത്രേ ഉള്ളൂ. ഇനി ഈ ക്ലാസ്സിനെ കുറിച്ചിട്ട് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഞാൻ ഈ ക്യാൻവാസ് പെയിൻറ്റിങ് കാലിഗ്രഫിയും പഠിച്ചത് യെല്ലോ ക്ലാസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ആപ്പ് വഴിയാണ്. അത് നമുക്ക് ആപ്പ് സ്റ്റോറിലും പ്ലേ സ്റ്റോറിലും അവൈലബിൾ ആണ് ഡൗൺലോഡ് ചെയ്യാനായിട്ട്. ഇതിൽ ഇന്ത്യയിലെ തന്നെ ഫേമസ് ആയിട്ടുള്ള ഹോബി ആപ്പാണ് യെല്ലോ ക്ലാസ് എന്ന് പറയുന്നത്. അതിൽ 5 lakh+ ആൾക്കാർ ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊണ്ട് ആലോചിച്ചാൽ തന്നെ മനസ്സിലാവും, ഒരുപാട് അത്യാവശ്യം നല്ലോണം ഫേമസ് ആയിട്ടുള്ള ഒരു ആപ്പ് തന്നെയാണ്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് ഒരു കാര്യത്തിനും നമ്മൾക്ക് പേ ചെയ്യേണ്ട ആവശ്യമില്ല. ഫുൾ ഫ്രീ ആണ്. ഫുൾ എന്ന് വെച്ചാൽ ഫുൾ ഫ്രീ ആണ് കേട്ടോ, ഒന്നിനും നമുക്ക് പേ ചെയ്യേണ്ട. ഇങ്ങനെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യുക അങ്ങനെ ഒരു കാര്യമില്ല. ജസ്റ്റ് എൻറോൾ ചെയ്യുക, എന്നിട്ട് അതിൻ്റെ ദിവസം നമ്മൾ ആ ക്ലാസ് അറ്റൻഡ് ചെയ്യുക. അഥവാ നമുക്ക് ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ആ ദിവസം അതവിടെ റെക്കോർഡായിട്ട് കിടക്കും. അപ്പോൾ ആ റെക്കോർഡഡ് വീഡിയോ നമുക്ക് കണ്ടാലും ലൈവ് ക്ലാസ് തന്നെ റെക്കോർഡായിട്ട് അവിടെ കിടക്കുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് അതും ഒരു യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. ഈ ആപ്പ് ഞാൻ മുമ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് തന്നെ കുറേ പേര് ഇൻസ്റ്റഗ്രാമിൽ ഫേസ്ബുക്കിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചേച്ചി ഒരുപാട് താങ്ക്സ് ഉണ്ട് ഈ ഒരു ആപ്പിനെ കുറിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്തതിന്, ഞങ്ങൾ ക്ലാസ്സസൊക്കെ അറ്റൻഡ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. ഒരുപാട് സന്തോഷമായി നിങ്ങളത് അറ്റൻഡ് ചെയ്യുന്നുണ്ടെന്നൊക്കെ കേട്ടപ്പം. പിന്നെ അതുപോലെ തന്നെ എൻ്റെ കസിൻസും അതുപോലെ റിലേറ്റീവ്സും ഒക്കെ
കുട്ടികളൊക്കെ ഉണ്ടാവുമല്ലോ, അവരൊക്കെ കുറേ പേര് അതിൽ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. ഈ ക്ലാസ് ഫുൾ ഫ്രീ കോഴ്സസ് ആണ്. പല ക്ലാസ്സസ്, അതായത് ചെസ് ഉണ്ട്, ഡാൻസ് ഉണ്ട്, ഡ്രോയിങ് ഉണ്ട്, എല്ലാ അതും ഉണ്ട്. അപ്പോൾ ചിലതൊക്കെ 5 ക്ലാസ്സസ് ഉണ്ടാവുള്ളൂ, ചിലതൊക്കെ 10 ക്ലാസ് ഉണ്ടാവും, ചിലതൊക്കെ 30 ക്ലാസ് ഉണ്ടാവും. 30 ക്ലാസ് ഡ്രോയിങ്ങിന് അങ്ങനത്തെ ഒന്നും 30 ക്ലാസ് ഉണ്ടാവില്ല. ജസ്റ്റ് വലിയ ഇതില്ലേ, എക്സസൈസ്, ഡാൻസ്, അതൊക്കെ 30 ക്ലാസ് ഉണ്ടാവും. അല്ലാതെ ഒക്കെ 15 ക്ലാസ്, 14 ക്ലാസ്, 10 ക്ലാസ് ഒക്കെ ഉണ്ടാവുള്ളൂ. സൂപ്പർബാണ്. അപ്പം ഇതാർക്കെങ്കിലും ഡൗൺലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് സെക്ഷനിൽ പിൻ ചെയ്തിടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും എന്തായാലും കയറി ഡൗൺലോഡ് ചെയ്യുക. എൻറോൾ ചെയ്യുമ്പോൾ ഫസ്റ്റ് തന്നെ എൻറോൾ ചെയ്യല്ല, നമ്മൾ ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ ഫസ്റ്റ് തന്നെ നമ്മളുടെ ഫോൺ നമ്പർ കൊടുക്കുക, ഇന്ത്യൻ ഫോൺ നമ്പർ കൊടുക്കുക. ആ ഫോൺ നമ്പറിലേക്ക് ഒരു നോട്ടിഫിക്കേഷൻ പിൻകോഡ് വരും, അത് നമ്മൾ അടിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മളെ യെല്ലോ ഗ്ലാസ് ഓപ്പൺ ആവും. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. അതിനു മുമ്പ് ഇപ്പോൾ പുതിയൊരു ഓപ്ഷനും കൂടെ വന്നിട്ടുണ്ട്. അതെന്തായെന്ന് വെച്ചാൽ, ഇപ്പോൾ നമുക്ക് സിസ്റ്റേഴ്സൊക്കെ ഉണ്ടെങ്കിൽ സെയിം അക്കൗണ്ടിൽ തന്നെ എൻറോൾ ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. വിസ്മയ എന്നുള്ളൊരു പേരിൽ ഒരു അക്കൗണ്ടും, അതുപോലെ തന്നെ സിബ്ലിംഗ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, അതൊക്കെ ഞാൻ കാണിച്ചു തരാം. ആ സിബ്ലിംഗ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് വീണ്ടും ഒരു അക്കൗണ്ടും കൂടെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതിൽ ഞാൻ ഉണ്ണിയാളെ പേരിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവർക്ക് ചെയ്യണമെങ്കിൽ അതിൽ മാത്രമായിട്ട് എൻറോൾ ചെയ്യാം. അങ്ങനെയാണ്. പിന്നെ ഇത് സിബ്ലിങ്സിനും കൂടെ ആഡ് ചെയ്തതിന് ശേഷം 2 അക്കൗണ്ട് ഫസ്റ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ വരും. അപ്പോൾ ഏതാഴ്ച നമുക്ക് ഇപ്പോൾ വിസ്മയ എന്നുള്ള അക്കൗണ്ട് ആണെങ്കിൽ ആ വിസ്മയ അക്കൗണ്ട് ഓപ്പൺ ചെയ്താൽ മതി. അങ്ങനെയാണ് ചെയ്യേണ്ടത്. സിമ്പിളാണ് എല്ലാ കാര്യങ്ങളും, എല്ലാ സ്റ്റെപ്സും. അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യുമെന്ന് ഞാൻ കണ്ടിട്ട് വരാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ യെല്ലോ ക്ലാസ് ഓപ്പൺ ചെയ്യുമ്പം ഇതുപോലൊരു ഇമോജി വരും, യെല്ലോ ക്ലാസ് എന്നൊക്കെ എഴുതിയിട്ടും. പിന്നെ ഞാൻ സിബ്ലിംഗ് അക്കൗണ്ട് തുടങ്ങിയെന്ന് പറഞ്ഞില്ല, അപ്പോൾ 2 അക്കൗണ്ടിൻ്റെ പേര് വരും. ഞാൻ അപ്പോൾ ഉണ്ണിയാളെ അക്കൗണ്ടാണ്, നീലിമ ആൻഡ് നെറിസാണ് എടുത്തത്. എന്നിട്ട് നമ്മൾ അടിയിൽ എക്സ്പ്ലോർ എന്നുള്ള ഓപ്ഷനിലാണ് ഇടേണ്ടത്. അപ്പോൾ അതെ കുറേ കോഴ്സസ് ഇവിടെ വന്നെടുക്കുന്നുണ്ട്. ഒരുപാട് കോഴ്സസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എടുക്കാം. ചെസ്സും ഒക്കെ ഉണ്ട് കേട്ടോ, കുറേ ഉണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ എടുക്കുന്നത് മേക്ക് ക്ലേ ക്രാഫ്റ്റാണ്. അതെ ഇതാണ് കേട്ടോ സംഭവം. അപ്പോൾ അതിൽ വാച്ച് ട്രെയിലർ എന്നുള്ള ഓപ്ഷനൊക്കെ വന്നിട്ടുണ്ട്, ഇപ്പം പുതിയതായിട്ട് വന്നതാണ് കേട്ടോ. പിന്നെ ഇതാണ് നമ്മുടെ ടീച്ചർ. അതുപോലെ താഴ്ത്തത് എത്ര കിഡ്സ് എൻറോൾഡ് ആണെന്ന് കാണിച്ചിട്ടുണ്ട്. 1489 കുട്ടികൾ തന്നെ ഈ ഒരു കോഴ്സ് എൻറോൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്കിനി എൻറോൾ ഫോർ ഫ്രീ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഏത് അക്കൗണ്ടാണ്, ഇപ്പോൾ സിബ്ലിംഗ് അക്കൗണ്ട് ഉള്ളതുകൊണ്ടാണ് അങ്ങനെ വന്നത്. എന്നിട്ട് കൺഫേം കൊടുക്കാം. അപ്പോൾ ഇത് സെറ്റായിട്ടുണ്ട്. ഇതിൻ്റെ ഷെഡ്യൂൾ ടൈമും കാര്യങ്ങളൊക്കെ താഴ്ത്ത് കൊടുത്തിട്ടുണ്ട്. വൈകുന്നേരം 6 മണിക്കാണ്. വെള്ളിയാഴ്ചയും അതുപോലെ ശനിയാഴ്ച സൺഡേയുമാണ് ഉള്ളത് കേട്ടോ. ഞായറാഴ്ചയും വെള്ളിയാഴ്ചയാണ് ഉള്ളത് ക്ലാസ്, വൈകുന്നേരം 6 മണിക്ക്. അത് ഞാൻ ഒന്ന് കാണിച്ചു തരാം. പ്രോഗ്രാം ഇൻഫോയിൽ നമുക്കൊന്ന് ക്ലിക്ക് ചെയ്യാം. കണ്ടോ, ഇവിടെ കാണുന്നില്ലേ സൺഡേ ആൻഡ് ഫ്രൈഡേ എന്നുള്ളത്, ഷെഡ്യൂൾ ഡേ എന്ന് പറഞ്ഞിട്ട്, അതാണ് സംഭവം. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ എൻറോൾ. എല്ലാവർക്കും തന്നെ മനസ്സിലായിട്ടുണ്ടാകും വിചാരിക്കുന്നത് എങ്ങനെ എൻറോൾ ചെയ്യാം, അതുപോലെ എങ്ങനെ ജോയിൻ ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ എല്ലാവരും എന്തായാലും കയറി യെല്ലോ ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ ഞാൻ ക്യാൻവാസ് പെയിൻറ്റിങ്ങും കാലിഗ്രഫിയാണ്. കാലിഗ്രഫി പഠിക്കുന്ന എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഞാൻ യൂട്യൂബിലൊക്കെ കുറേ നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അതിൽ കുറേ സ്റ്റെപ്സ് പറഞ്ഞു തരുമ്പോൾ നമുക്കൊന്നും മനസ്സിലായിരുന്നില്ല. പക്ഷേ ഇതിൽ കണ്ടപ്പോൾ തന്നെ എൻറോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്യാവശ്യം ഞാൻ 10 രീതിയിൽ തന്നെ കാലിഗ്രഫി എഴുതുന്നുണ്ട്. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ കാലിഗ്രഫിക്ക് വേണ്ടി മേടിച്ച കുറച്ച് ഐറ്റംസ് ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് തന്നെ ഈ ഒരു ബുക്കായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് മേടിച്ചത് ഇതാണ്. ഞാൻ ഉണ്ണിയാളെ സ്കെച്ചായിരുന്നു യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ സ്കെച്ചിൻ്റെ ഇങ്കൊക്കെ ഇതായി ഭയങ്കര കട്ടായി പോയി നാശമായിട്ടുണ്ടായിരുന്നു. എൻ്റെ ഉണ്ടായിരുന്നു ഫാബ്രിക് കാസ്റ്റിൻ്റെ ആയിരുന്നു. അപ്പോൾ ഡോമെക്സിൻ്റെ ആദ്യമായിട്ടുള്ളൊരു സ്കെച്ച് ബോക്സാണിത്. ഇത് 24 കളേഴ്സ് 24 ഷെയ്ഡ്സ് അവൈലബിൾ ആണ്. ഇത് ഇത്ര വലിയ ബോക്സിന് ജസ്റ്റ് 100 റുപ്പീസേ ഉള്ളൂ കേട്ടോ. അതാണൊരു അടിപൊളി സംഭവം. ഒരു ബോക്സിലാണ് വരുന്നത്. പക്ഷേ എന്താ പറ്റിയ മിസ്റ്റേക്ക് എന്ന് പറയുമ്പോൾ ഇത് സ്കെച്ച് പെന്നല്ല, വാട്ടർ കളർ പെൻസാണ്. അപ്പം ഇത് വാട്ടർ കളർ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു ഞാൻ വരയ്ക്കുമ്പോൾ ഇത്തിരി ഇങ്ങനെ സ്പ്രെഡ് ആവുന്നുണ്ടായിരുന്നു. ഞാൻ നേരത്തെ കാണിച്ചില്ലേ ആ ഒരു കാർട്ടൂൺ ഡ്രോയിങ്ങിൽ കുറേ എണ്ണം സ്പ്രെഡായിട്ടൊക്കെ കണ്ടോ പരന്നിട്ട്, അത് ഇതുകൊണ്ട് വരച്ചുകൊണ്ടുള്ളൊരു പ്രശ്നമായിരുന്നു. ഇപ്പോൾ എല്ലാ സ്കെച്ചിന് വരുമെന്ന് എനിക്കറിയില്ല, പക്ഷേ അതുകൊണ്ട് വരച്ചപ്പോൾ ഭയങ്കരമായിട്ട് സ്പ്രെഡായി പോയിട്ടുണ്ടായിരുന്നു. അപ്പം എന്നാലും എൻ്റെ ഫേവറേറ്റ് തന്നെയാണ് കേട്ടോ. ഇതിൽ എൻ്റെ ഇല്ലാത്ത പല ഷെയ്ഡ്സ് വന്നിട്ടുണ്ട്. കണ്ടോ, നല്ല പീച്ച് കളറും ഒക്കെ ഉണ്ട്. ലൈറ്റ് മുതൽ ഡാർക്ക് വരെയുള്ള ഓരോ ഷെയ്ഡായിട്ടും എല്ലാ കളറുകളും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മസ്റ്റ് ബൈ ആട്ടോ. പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ ഈ വാട്ടർ കളർ എന്നുള്ള സംഭവമല്ല, മാക്സ് സ്കെച്ച് എന്നുള്ള പേരാണെങ്കിൽ മാക്സ് സ്കെച്ചിനല്ല, സ്കെച്ച് മാക്സ് എന്നാണെങ്കിൽ നിങ്ങൾക്ക് മേടിക്കാം. അതല്ല സ്കെച്ച് എന്നാണെങ്കിലും അത് ആണ് ശരിക്കുള്ള സ്കെച്ച് കേട്ടോ. ഇതിൻ്റെ കൂടെ ഗ്രേയും ഒക്കെ അവൈലബിൾ ആണ്.
പിന്നെ അടുത്ത സംഭവം എന്ന് പറയുന്നത് ബ്രഷ് പെൻ. കേട്ടോ, ബ്രഷ് പെന്നാണ് മേടിച്ചിട്ടുള്ളത്. ഇതും ഡൊമക്സിൻ്റെ തന്നെയാണ്. ഇത് 14 ഷെയ്ഡ്സ് അവൈലബിൾ ആയിട്ടുള്ളതാണ് കേട്ടോ. ഇത് ബോക്സിൽ തന്നെ 14 ഷെയ്ഡ്സ് ഉണ്ടാവും. ഇത് ഞാൻ കുറേ ആഗ്രഹിച്ചിട്ടുണ്ട് മേടിക്കണമെന്ന്. പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് ആകെ 14 ഷെയ്ഡ്സേ കിട്ടുള്ളൂ. ഭയങ്കര റേറ്റാണ്, 200 റുപ്പീസ് ആട്ടോ ഇതിന്. അത് ഇത്തിരി അധികം കോസ്റ്റ്ലി ആണ്. പക്ഷേ നിങ്ങൾ ഡയറക്റ്റ് കടയിൽ പോയി മേടിക്കണേക്കാട്ടി ലാഭം ഓൺലൈൻ മേടിക്കുന്നതാണ്, ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ. കാരണം അതിൽ ഞാൻ നോക്കിയപ്പോൾ 100 ഒക്കെ ഉണ്ടായിരുന്നു, 167, 169 ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ, 200 രൂപ ഉണ്ടായിരുന്നില്ല. ഇതാണ് സംഭവം. എല്ലാ കളേഴ്സും അവൈലബിൾ ആണ്. പിന്നെ ചിലതുണ്ട് ഇവിടെ ഗോൾഡും സിൽവർ ആയിട്ടുള്ളത്. ഇത് ഗോൾഡ് സിൽവർ അല്ല, വേറെ 2 കളേഴ്സാണ്. ബ്രഷ് പെൻ നിങ്ങൾക്ക് അറിയാലോ, ഞാൻ ബ്ലൂ തന്നെ എടുത്ത് കാണിച്ചു തരാം. കണ്ടോ, ഇതുകൊണ്ട് ഞാൻ ഒരു ടെഡി ബിയറിനൊക്കെ വരച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ കളർ ചെയ്തത്. നല്ല സുഖമാണ് കളർ ചെയ്യാൻ. പക്ഷേ ഇത് ശരിക്കും കാലിഗ്രഫിക്ക് ഉള്ളതാണ്. ഞാനിതുകൊണ്ട് കാലിഗ്രഫിക്ക് നല്ല അടിപൊളിയായിട്ട് തന്നെ വരച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. സ്മോൾ ലെറ്റേഴ്സും നമുക്ക് തിരിച്ചെടുത്ത് വയ്ക്കാം. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഡൊമക്സിൻ്റെ ഫുൾ പ്രോഡക്റ്റുകൾ മേടിക്കണം കേട്ടോ. അടുത്തതും ഡൊമക്സിൻ്റെ തന്നെയാണ്. മിനി സ്കെച്ച് പെൻസ് ആണ് കേട്ടോ. ചെറിയ പാക്കറ്റിന് 30 രൂപയേ ഉള്ളൂ. അമ്മയെടുത്ത് ഇതുപോലത്തെ ഇത് പറഞ്ഞല്ലോ പരന്നൂന്ന്. അപ്പോൾ ഇതിൻ്റെ അല്ലാതെ ഇതേ ബോക്സിലുള്ള വലുത് മേടിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അവിടെ കിട്ടിയില്ല സ്കെച്ച് ആ ബോക്സിലുള്ളത്. അപ്പോൾ നമ്മൾ നോർമൽ ഇങ്ങനത്തെ സംഭവമില്ലേ അത് മേടിച്ചു. ഇത് ഭയങ്കര തിന്നാണ്. അന്ന് നേരത്തെ ഇതില്ലേ, ഇത് ഈ ബോക്സിലത്തെ അത് ഭയങ്കര തിക്കുമാണ് കേട്ടോ. കണ്ട വ്യത്യാസം? അതൊന്നും വലിയ പ്രോബ്ലം അല്ല, നമുക്ക് എന്തെങ്കിലും കളർ ചെയ്യാൻ കിട്ടിയാൽ മതി. അപ്പോൾ അത് നോർമലായിട്ടുള്ള ഒരു സ്കെച്ചും കൂടെ ഇപ്പോൾ എടുത്ത് മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ക്യാൻവാസ് പെയിൻറ്റ് അല്ല, കാലിഗ്രഫിയിൽ ഇങ്ങനത്തെ കാലിഗ്രഫിയും കാർട്ടൂൺ മേക്കിങ്ങും ഒക്കെ കഴിഞ്ഞു. ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് 5 പാർട്ടായിട്ടുള്ള പൺ കാർഡ് മേക്കിംഗ് ആണ് കേട്ടോ. അതിലത്തെ 2 ക്ലാസ് കഴിഞ്ഞു, ഇനി 3 ക്ലാസ്സും കൂടെ ഉണ്ട് ബാക്കി. അതിന് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഞാൻ ബ്രഷ് പെന്ന് മേടിച്ചത് കേട്ടോ, പൺ കാർഡ് മേക്കിംഗ്. അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കുക. ഇനി നമ്മളുടെ ക്യാൻവാസ് പെയിൻറ്റിങ്ങിലോട്ട് കിടക്കാം. അയ്യോ, അത് കാണിച്ചപ്പോൾ ഞാൻ മറന്നുപോയി. ഇതില്ലേ, ഞാൻ ബ്രഷ് പെന്ന് മേടിച്ചില്ലേ, അതിൻ്റെ കൂടെ ഈ ഒരു സംഭവം കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇത് ഇവിടെ ഇതിൻ്റെ കൂടെ ഫ്രീ കിട്ടിയതാണെന്നാണ് കാണിച്ചിട്ടുള്ളത്. ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഏകദേശം ഒരു ക്യാൻവാസിൻ്റെ ഒരു ടച്ചൊക്കെ ഉണ്ട്. ക്യാൻവാസ് ഷീറ്റിൻ്റെ ഒരു ടച്ച് ഉണ്ടോ. നല്ല അടിപൊളി സംഭവമാണിത്. ഇത് ഫ്രീ ആയിട്ട് എനിക്ക് 5 അതിൻ്റെ കൂടെ കിട്ടി. 5 10 ഉണ്ട്. 10 ഫ്രീ ആയിട്ട് അതിൻ്റെ കൂടെ കിട്ടി. നല്ലൊരു സംഭവമായിരുന്നു. ഓക്കെ, അപ്പോൾ ക്യാൻവാസ് പെയിൻറ്റിങ്ങിലോട്ട് കടക്കാം. അത് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നതാണ്. മിസ്സ് പറഞ്ഞാൽ ഒരു ഡ്രോയിങ് ബുക്ക് വേണമെന്ന്. അപ്പോൾ അതിനായിട്ട് മേടിച്ചാണ്. ഇത് പക്ഷേ ഭയങ്കര കട്ടിയുള്ളതാട്ടോ. ഇത് അമ്മ മേടിച്ചാണ്. ഇതിന് 70 റുപ്പീസാണ്, 70 രൂപയാണ്. and ഇതിൻ്റെ ഫ്രണ്ട് പേജിൽ എനിക്ക് ഒന്നും ചെയ്യാൻ തോന്നിയില്ല. ബാക്കിലാണ് പ്രാക്ടീസ് ചെയ്തത്, ഫ്രണ്ടിൽ ചെയ്ത് കൊളാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. ഓക്കെ, കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇവിടെ കുറച്ച് വരച്ചിട്ട് തിരിച്ചിട്ടാണോ അല്ല, ഇവിടെ കുറച്ച് വരച്ചിട്ടുണ്ട്, കാണാമല്ലേ? and ഇവിടെ ഇത് ഷെയ്ഡിങ്ങിനെ കുറച്ച് പഠിച്ചിട്ടുണ്ട്, ടിക്കൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ, ശരിയായിട്ടുള്ള ഏതാണെന്നുള്ളത്. ഇതിൻ്റെ ആവശ്യത്തിന് വേണ്ടി ഞാൻ കീറിയതാണ്. കണ്ടോ ബ്ലെൻഡിങ്, അത് ക്യാൻവാസിൽ ഡയറക്റ്റ് ചെയ്യാണ്ട് ഇതിൽ തന്നെ പ്രാക്ടീസ് ചെയ്താണ്. പുതിയ തിരിച്ചിട്ടായിരുന്നു വരയ്ക്കുന്നുണ്ടായിരുന്നില്ലേ, ഇവിടെ ഒട്ടി പിടിച്ചിട്ട് കണ്ടോ. അത് അടുത്ത സംഭവം വേറെ അടുത്ത, ഇത് തിരിച്ചിട്ട് വീണ്ടും കണ്ടോ. ഡ്രോയിങ് ഒക്കെ മിസ്സിങ് ഞാൻ പഠിപ്പിച്ചില്ല. ഇനി ഒന്നുമില്ല, ഇനി ഉണ്ടായിരുന്നല്ലോ ഒരു പെൻഗ്വിൻ്റെ ഒക്കെ ഉണ്ടായിരുന്നു. പെൻഗ്വിനല്ല, സ്വാന്. അതാ കിട്ടി. സ്വാനെ വരച്ചു തരാനായിട്ട് പഠിപ്പിച്ചു തന്നിട്ടുണ്ടായിരുന്നു എസ് വെച്ചിട്ട്. അപ്പോൾ അത് ഈ ബുക്കിലാണ്. പിന്നെ ഒരു ക്യാൻവാസ് പെയിൻറ്റിങ് കൂടെ ഉണ്ട്. ഇത് രണ്ടാമത് ചെയ്ത ക്യാൻവാസ് പെയിൻറ്റിങ് ആണ്. അപ്പോൾ ആദ്യം ചെയ്ത ക്യാൻവാസ് പെയിൻറ്റിങ്ങിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് വരയ്ക്കുന്ന ഹോം മെയ്ഡ് ക്യാൻവാസിൽ അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കാം. അതിൻ്റെ ഫോട്ടോയും പറ്റുകയാണെങ്കിൽ സൈഡിൽ കൊടുക്കാം കേട്ടോ, പറ്റുകയാണെങ്കിൽ. അപ്പോൾ രണ്ടാമത്തെ ക്യാൻവാസ് പെയിൻറ്റിങ് ഭയങ്കര ഇഷ്ടമായിട്ടുള്ളതാണ്. ഇത് ഞാൻ തന്നെ കൈകൊണ്ട് തന്നെ വരച്ചാണ് കേട്ടോ. എങ്ങനെയുണ്ട്, നന്നായിട്ടുണ്ടോ? ഇത് ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനത്തെ ബ്ലെൻഡിങ് ഒക്കെ ചെയ്യുന്നത്. നമ്മളെ 2 സ്വാൻസ് ഉണ്ട് ഇവിടെ, ഒരു സൂര്യനുണ്ട്, അതുപോലെ ഒരു ട്രീ ഉണ്ട്. ഇതെന്താ ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ, ഇത് നമ്മളെ ആകാശം, ഈ ആകാശത്തിൻ്റെ റിഫ്ലക്ഷൻ ഒരു നദിയിലേക്ക് വന്നതാണ്, ഒരു റിവറിക്ക് അതിൻ്റെ റിഫ്ലക്ഷൻ വന്നതാണ്. അതാണ് ഫുൾ ഐറ്റംസ് ബ്ലാക്ക് ആയിട്ട് ഇരിക്കുന്നത് കേട്ടോ. ഇവിടെ കുറേ
മരങ്ങളുണ്ട്, പിന്നെ കുറച്ച് പക്ഷികളൊക്കെ പറക്കുന്നുണ്ട്. ഏത് പക്ഷിയെന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ ഇത് ആൻഡ് ഇങ്ങനത്തെ ഒരു വലിയ ക്യാൻവാസിൻ്റെ റേറ്റ് 60 രൂപയാണ്. എന്നാലോ ഇത്ര പോകുന്ന ഈ കുഞ്ഞി ക്യാൻവാസിൻ്റെ റേറ്റ് 50 റുപ്പീസ് ആട്ടോ. 50 രൂപ ഉണ്ട് ഈ ഇത്രയും ചെറിയ സംഭവത്തിന്. അപ്പം നിങ്ങൾ ആരെങ്കിലും ക്യാൻവാസൊക്കെ മേടിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു സൈസാണ് മീഡിയം. ഇത് 8x10 സൈസാണ് കേട്ടോ. 8x10. ഇത് എനിക്ക് ഓർമ്മയില്ല ഏതാണ്. ഇത് 8x10 ആണ്. അപ്പോൾ നിങ്ങൾ ക്യാൻവാസൊക്കെ മേടിക്കുന്നുണ്ടെങ്കിൽ ഇതാണ് ബെസ്റ്റ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ യെല്ലോ ക്ലാസ്സിൽ കോൺടെസ്റ്റുകളൊക്കെ നടക്കുന്നുണ്ട്. അത് നമുക്ക് ആപ്പിളിൻ്റെ ഐപാഡ് കിട്ടും. അതുപോലെ തന്നെ ആമസോൺ വൗച്ചേഴ്സ് നമുക്ക് കിട്ടും. 2000 റുപ്പീസിൻ്റെ 3000 റുപ്പീസിൻ്റെ ഒക്കെ. അപ്പോൾ എല്ലാവരും എന്തായാലും പോയിട്ട് യെല്ലോ ക്ലാസ് ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഞാൻ ക്യാൻവാസ് പെയിൻറ്റിങ്ങിനും കാലിഗ്രാഫിക്കും ഒക്കെ മേടിച്ച സാധനങ്ങളും അതുപോലെ എങ്ങനെയാണ് ഞാൻ പഠിച്ചതെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. യെല്ലോ ക്ലാസ് എല്ലാവരും വേഗം തന്നെ പോയി സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാല്ല, ഡൗൺലോഡ് ചെയ്യുക. പിന്നെ അതുപോലെ യെല്ലോ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നതൊക്കെ നിങ്ങൾ വീഡിയോസും ഫോട്ടോസൊക്കെ ആയിട്ട് എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ എന്തായാലും അയച്ചു തരണം കേട്ടോ, അറ്റൻഡ് ചെയ്യുന്നതൊക്കെ. അപ്പോൾ എനിക്ക് കണ്ട് ഒരുപാട് സന്തോഷമുണ്ടാകും. അപ്പോൾ നിങ്ങൾ യെല്ലോ ക്ലാസ്സിൻ്റെ വീഡിയോ ഒക്കെ അറ്റൻഡ് ചെയ്യുന്നതിന് വീഡിയോ അയക്കുകയാണെങ്കിൽ ഞാൻ എൻ്റെ വീഡിയോസിൽ ആഡ് ചെയ്യാം കേട്ടോ. അതുപോലെ ടൈപ്പിക്സും നിങ്ങൾ അയച്ചു തരിക. ഒരു കാര്യം കൂടി ഞാൻ കാണിക്കാൻ മറന്നുപോയി. ഞാൻ ബ്രഷ് പെന്ന് വെച്ച് വരച്ച ഇതാട്ടോ. എങ്ങനെയുണ്ട്? ഇത് രസമുണ്ടോ? ബ്രഷ് പെന്ന് വെച്ചിട്ട് ആദ്യമായിട്ട് ഞാൻ കാലിഗ്രഫിയിൽ എഴുതിയതാണ് ഇതൊക്കെ. ഞാൻ കാണിക്കാൻ മറന്നു. അപ്പോൾ ഇത്രയുള്ളൂ. അടുത്തൊരു സൂപ്പർ വീഡിയോ എടുത്ത് വരുന്നവരെ അതിന് മുമ്പ് എന്ത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് വരുന്ന കുഞ്ഞു ബെല്ലും കൂടെ ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ ഓപ്ഷൻ കൊടുക്കാൻ മറക്കരുത്. അടുത്തൊരു സൂപ്പർ വീഡിയോ വീണ്ടും കാണുന്നതായിരിക്കും. ബൈ ബൈ.